കണ്ണനല്ലാതെ കൃഷ്ണനല്ല, അതുവരെ ഗുരുവായൂരപ്പല്ല. ഗുരുവായൂർ ഭഗവാൻ എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ഭക്തരാണ്. ഈ ഭക്തരൊക്കെ ഭഗവാനെ ഓരോ രീതിയിലാണ് കാണുക. ശരിക്കും ഗുരുവായൂർ അമ്പലത്തിലെ ചതുർബാഹു ആയിട്ടുള്ള മഹാവിഷ്ണു എന്ന് പറയപ്പെടുന്നു. പക്ഷെ എല്ലാവരും ഭഗവാനെ കാണുന്നത് ഉണ്ണിക്കണ്ണനായിട്ടാണ്. അതിനെ കുറിച്ച് തിരുമേനിയുടെ ഒരു അഭിപ്രായം എന്താണ്? അത് ഭക്തന്റെ ഭാവന. ഗുരുവും വായും കൂടി പ്രതിഷ്ഠിച്ച വിഗ്രഹം, വസുദേവരെ പൂജിച്ച വിഗ്രഹം. കണ്ണനല്ലാതെ ശ്രീകൃഷ്ണനും പൂജിച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ ശ്രീകൃഷ്ണനും പൂജിച്ച വിഗ്രഹമാണ്. ദ്വാരക പ്രളയത്തിൽ മുങ്ങിയപ്പോ ഒന്തിക്കടന്നു എന്നും ഒന്തിക്കടന്നപ്പോ ഗുരുവും വായും കൂടി എടുത്തുകൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്ന് ചരിത്രം പറയുന്നു. അപ്പൊ കൃഷ്ണനല്ല, മഹാവിഷ്ണുവാണ്. എപ്പോഴേ കൃഷ്ണനായത് ഭക്തന്റെ ഭാവനയില് എന്താണോ ഭക്തൻ ആഗ്രഹിക്കുന്നത് അതാണ് ഭഗവാൻ കൊടുക്കുക. നരസിംഹമായിട്ടാണോ കണ്ടത്, നരസിംഹമായിട്ട് കണ്ടോളൂ. കൃഷ്ണനായിട്ട് കണ്ടത് എപ്പോഴാ തോന്നിയത്? കൃഷ്ണാട്ടം മുതലാവാം, ഇല്ലേ കൊറൂരമ്മയ്ക്കാവാം, ഇല്ലേ പൂന്താനത്തിനാവാം, ഇല്ലേ വെല്ലുമംഗലത്തിനാവാം. ഗുരുവായൂരപ്പൻ എന്നായത് നാരായണീയം വന്നതിന് ശേഷം. അതുവരെ ഗുരുവായൂരപ്പല്ല, ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാ പറഞ്ഞിരുന്നുള്ളൂ. ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ് പേരൊക്കെ. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ്. ഗുരുവായൂർ എപ്പോഴാണ്ടായി? ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. അപ്പോഴേ ഗുരുവായൂരപ്പൻ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാരായണീയം മുതലാണ് ഗുരുവായൂരപ്പനും ഗുരുഭവനപുരം ഉണ്ടായത്.